നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസിൽ CBI ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. സ്വപ്ന സുരേഷ് അടക്കം 6 പേരെ പ്രതിയാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അന്തിമ കുറ്റപത്രത്തിൽ ടീം പിണറായി ഉണ്ടാകുമെന്ന് കേസിലെ പരാതിക്കാരനായ അനിൽ അക്കര. സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അക്കാദമികൾ സന്ദർശിച്ചു. അക്കാദമി അധ്യക്ഷന്മാരെ ഉടൻ നിയമിക്കുമെന്ന് മന്ത്രി. പുലിക്കളിക്ക് ധനസഹായം വർദ്ധിപ്പിക്കുന്ന കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ ക്രൂരമർദ്ദനം. അടിയന്തര റിപ്പോർട്ട് തേടി മന്ത്രി ബിന്ദു കൃഷ്ണ. അധ്യാപകനെതിരെ പോലീസ് കേസെടുത്തു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം വെള്ളിയാഴ്ച അവസാനിക്കും. 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനമാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ അവസാനിക്കുന്നത്. വടക്കേക്കാട് നായരങ്ങാടി പാലത്തിങ്കൽ ജ്വല്ലറിയിൽ മോഷണ ശ്രമം. ജ്വല്ലറിയുടെ പിൻവശത്തെ ചുമർ തുരന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസിന്റെ അന്തിമ കുറ്റപത്രത്തിൽ ടീം പിണറായി ഉണ്ടാകുമെന്ന് കേസിലെ പരാതിക്കാരനായ അനിൽ അക്കര. ശരിയായ അന്വേഷണം നടക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേസിൽ സ്വപ്ന സുരേഷ് അടക്കം 6 പേർക്കെതിരെ കഴിഞ്ഞ ദിവസം CBI കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസിൽ CBI സമർപ്പിച്ച ആദ്യ കുറ്റപത്രത്തിൽ 6 പ്രതികളാണുള്ളത്. ഫ്ളാറ്റ് നിർമ്മാണ കരാർ ലഭിച്ച സന്തോഷ് ഈപ്പനാണ് 1-ാം പ്രതി. സന്തോഷ് ഈപ്പന്റെ കമ്പനിയായ സെയിൻ വെഞ്ചേഴ്സാണ് 2-ാം പ്രതി. 3-ാം പ്രതിയായി ലൈഫ് മിഷനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട സന്ദീപ് നായർ, UAE കോൺസുലേറ്റ് PRO ആയിരുന്ന സരിത്ത്, സ്വപ്ന സുരേഷ് എന്നിവരാണ് മറ്റു പ്രതികൾ. എന്നാൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M ശിവശങ്കർ ആദ്യ പ്രതിപട്ടികയിലില്ല. ശിവശങ്കർ, ലൈഫ് മിഷൻ CEO ആയിരുന്ന UV ജോസ് എന്നിവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് CBI അറിയിച്ചു. പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനും ആശുപത്രി സമുച്ചയം പണിയുന്നതിനുമായി UAEയിലെ സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റും ലൈഫ് മിഷനും ഒപ്പുവെച്ച കരാർ പ്രകാരം 21 കോടി ലഭിച്ചിരുന്നു. കൊച്ചി സ്വദേശിയായ സന്തോഷ് ഈപ്പന്റെ ഉടമസ്ഥതയിലുള്ള യൂണിടാക് ബിൽഡേഴ്സ്, സെയിൻ വെഞ്ചേഴ്സ് എന്നീ കമ്പനികൾക്കാണ് ഫ്ളാറ്റ് നിർമ്മാണ കരാർ നൽകിയത്. ഈ ഇടപാടിൽ 4 കോടി രൂപ പ്രതികൾ കമ്മീഷനായി തട്ടിയെടുത്തുവെന്നാണ് കണ്ടെത്തൽ. മുൻ വടക്കാഞ്ചേരി MLA അനിൽ അക്കരയാണ് പരാതിക്കാരൻ. ആദ്യ കുറ്റപത്രം സമർപ്പിച്ചതോടെ പ്രതികരണവുമായി അദ്ദേഹം രംഗത്തെത്തി. അന്തിമ കുറ്റപത്രത്തിൽ ടീം പിണറായി ഉണ്ടാകുമെന്നും ശരിയായ അന്വേഷണം നടക്കണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക് TCV. തൃശൂരിൽ അക്കാദമികൾ സന്ദർശിച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അക്കാദമികളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കണമെന്നും അതിനായി സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സാഹിത്യ, സംഗീത, നാടക, ലളിതകലാ അക്കാദമികളിലാണ് മന്ത്രി സന്ദർശനം നടത്തിയത്. വകുപ്പ് മന്ത്രിയായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനം കൂടിയായിരുന്നു ഇത്. അക്കാദമികളിൽ ജീവനക്കാർ സ്നേഹോഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. അക്കാദമികളുടെ ദൈനംദിന പ്രവൃത്തികൾ, ജീവനക്കാരുടെ ശമ്പള ലഭ്യത, പ്ലാൻ ഫണ്ടിലെ അപര്യാപ്തത, സ്ഥലപരിമിതികൾ എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജീവനക്കാർ മന്ത്രിയെ ധരിപ്പിച്ചു. വിഷയങ്ങളിൽ അനുഭാവപൂർവമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. അക്കാദമികളുടെ നല്ല നിലയിലുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള ഭരണസമിതികൾ അധികം വൈകാതെ തന്നെ നിലവിൽ വരും. കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ കുറച്ചുകൂടി ജനകീയമായി സാഹിത്യ അക്കാദമി പ്രവർത്തിക്കണം. ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയണം. അക്കാദമികളെല്ലാം നല്ല നിലയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു പിന്തുണ എല്ലാ നിലയിലും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. സംഗീത നാടക അക്കാദമിയിലെത്തിയ അദ്ദേഹം നാട്യഗൃഹം, ലൈബ്രറി, ഗസ്റ്റ് ഹൌസ്, കൂത്തമ്പലം എന്നിവയെല്ലാം നേരിൽ കണ്ട് വിലയിരുത്തി. ഇറ്റ്ഫോക്ക് നടത്തിപ്പിനുള്ള ഫെസ്റ്റിവൽ ഡയറക്ടർ നിയമനം വേഗത്തിലാക്കാമെന്നും കൂത്തമ്പലത്തിന്റെ പുനർനിർമ്മാണം സാധ്യമാക്കി നടത്തിപ്പ് അവകാശം ടൂറിസം വകുപ്പിൽ നിന്ന് സംഗീത നാടക അക്കാദമിക്ക് കൈമാറുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിങ്ങളുടേതായ ചില നിർദ്ദേശങ്ങൾ നിങ്ങളുടെ അനുഭവ വെളിച്ചത്തിൽ പറയുകയുണ്ടായി. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ശ്രദ്ധ വരേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന അവസരത്തിൽ ഞാൻ ഉറപ്പു നൽകുകയാണ്. നടൻ സുനിൽ സുഗതയുടെ നേതൃത്വത്തിൽ മുരളി തിയേറ്ററിൽ നടന്ന നാടക പരിശീലനം വീക്ഷിച്ച അദ്ദേഹം സൗഹൃദം പങ്കിട്ട ശേഷം റീജിയണൽ തിയേറ്ററിലെ സംഗീത പരിപാടിയുടെ റിഹേഴ്സൽ സ്ഥലത്തുമെത്തി. മടിക്കാതെ 2 വരി പാടാനും മന്ത്രി മറന്നില്ല. ലളിതകലാ അക്കാദമിയിലെത്തി ജീവനക്കാരെ കേട്ട മന്ത്രി
ആർട്ട് ഗാലറിയും സന്ദർശിച്ചാണ് മടങ്ങിയത്. TCV തൃശൂർ. സംസ്ഥാനത്തെ വിവിധ അക്കാദമികളിലെ അധ്യക്ഷന്മാരെ ഉടൻ നിയമിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. തൃശൂർ DCCയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അക്കാദമികളുടെ തലപ്പത്തേക്ക് ഏറ്റവും മികച്ച ആളുകളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. അക്കാദമികൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുപരിയായി താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന സ്ഥാപനങ്ങളായി മാറിയെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്ക് സമയത്ത് തന്നെ നടക്കും. ഇറ്റ്ഫോക്കിനായി 2 കോടി രൂപ അനുവദിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ തന്നെ സംഗീത നാടക അക്കാദമിക്കും സാഹിത്യ അക്കാദമിക്കും ലളിതകലാ അക്കാദമിക്കും അങ്ങനെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് അതിന്റെ അധ്യക്ഷന്മാര്, സെക്രട്ടറിമാര്, ഭരണസമിതി ഒക്കെ വരും. അക്കാദമികൾ പലരും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, താൽക്കാലിക നിയമനങ്ങൾക്ക് ആൾക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നത്. സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആളുകൾ നമുക്ക് വേണം. ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ കാര്യമില്ല. ഈ വർഷം ഇറ്റ്ഫോക്കിന്റെ നടത്തിപ്പിനായിട്ട് 2 കോടി രൂപ സാംസ്കാരിക വകുപ്പിൽ നിന്നും അനുവദിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം ആദ്യമായിട്ട് അറിയിക്കുകയാണ്. DCC ഓഫീസിലെത്തിയ മന്ത്രിയെ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. രാജൻ ജെ പല്ലൻ MLA, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, TV ചന്ദ്രമോഹൻ, രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കോർപ്പറേഷനുമായി സഹകരിച്ച് ഗായകൻ P. ജയചന്ദ്രന് തൃശൂരിൽ സംഗീത സ്മാരകം നിർമ്മിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. ജയചന്ദ്രന്റെ സംഗീത സംഭാവനകളെ എല്ലാ കാലത്തും സ്മരിക്കുന്ന തരത്തിലുള്ള സ്മാരകമാണ് വിഭാവനം ചെയ്യുന്നത് എന്നും മന്ത്രി വ്യക്തമാക്കി. പൂങ്കുന്നം സീതാറാം ലൈനിലെ വസതിയിൽ ജയചന്ദ്രന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചതിന് ശേഷം TCVയോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജയേട്ടൻ ഒരു സ്മാരകം ഉണ്ടാവും. അതിൽ കോർപ്പറേഷനും ഇവിടെ മേയറുണ്ട്, പ്രസാദുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്, MLA ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. കോർപ്പറേഷനുമായി ആലോചിച്ച് സാംസ്കാരിക വകുപ്പ് ജയേട്ടന്റെ സംഗീത സംഭാവനകളെ എല്ലാം അനുസ്മരിക്കുന്ന തരത്തിലുള്ള സ്മാരകം, പ്രതിമ അല്ല. നമ്മളിപ്പോ എപ്പോഴും പരാതിയുണ്ട്, പ്രതിമകൾ വയ്ക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് ആദ്യമേ അങ്ങ് പറയുന്നത് ഇനി P. ജയചന്ദ്രന്റെ പ്രതിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജയേട്ടന്റെ സംഗീത സംഭാവനകളെ എല്ലാം എല്ലാ തലമുറയും ഓർക്കുന്ന രൂപത്തിലുള്ള ഒരു സ്മാരകം തൃശൂർ കോർപ്പറേഷനുമായിട്ട് ചേർന്ന് അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അതാ കാര്യം. MLA ഉണ്ട്, കോർപ്പറേഷൻ ഉണ്ട്, ചർച്ച ചെയ്ത് സാംസ്കാരിക വകുപ്പ് ആരംഭിക്കും. ഇവിടെ തന്നെ നിലവിൽ ജോൺസൺ മാഷിന് സ്മാരകം ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജയേട്ടന് സ്മാരകം ഉണ്ടാവും. രാജൻ ജെ പല്ലൻ MLA, ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, കൗൺസിലർ അഞ്ജലി തുടങ്ങിയവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. പുലിക്കളിക്ക് ധനസഹായം വർദ്ധിപ്പിക്കുന്ന കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. സീതാറാമിൽ ദേശം പുലിക്കളി സംഘാടക സമിതി ഓഫീസ് സന്ദർശിച്ചതിന് ശേഷം TCVയോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുലിക്കളിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ധനസഹായം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് MLA നിവേദനം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ സാംസ്കാരിക മൂലധനമാണ് പുലിക്കളിയും തൃശൂർ പൂരവും. ആ സാംസ്കാരിക മൂലധനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട എല്ലാ കാര്യവും ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. പുലിക്കളിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കണമെന്നൊരാവശ്യം നിവേദനം ബഹുമാനപ്പെട്ട MLA രാവിലെ തന്നെ രാമനിലയത്തിലെത്തി അതിന്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് നൽകിയിരുന്നു. സർക്കാർ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മുടെ ഒരു സാംസ്കാരിക മൂലധനമാണ് തൃശ്ശൂരിലെ തൃശ്ശൂർ പൂരമാണെങ്കിലും പുലിക്കളിയാണെങ്കിലും ഒക്കെ. നമ്മുടെ ഒരു ആ സാംസ്കാരിക മൂലധനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും. പുലിക്കളി കലാകാരന്മാർ ഒരുപാട് പണം ചെലവഴിച്ചിട്ടാണ് ഈ മേഖലയിൽ നിൽക്കുന്നത്. ഗവൺമെന്റിന്റെ സഹായമൊക്കെ വളരെ തുച്ഛമാണ്. ഇപ്പൊ നമ്മൾ വർദ്ധിപ്പിച്ചാൽ പോലും അവരുടെ ആകെ ചെലവിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ നമ്മൾ വർദ്ധിപ്പിച്ചാൽ പോലും ആവുന്നുള്ളൂ. എങ്കിലും വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സീതാറാമിൽ കുട്ടൻകുളങ്ങര ദേശങ്ങളുടെ പുലിക്കളി മഹോത്സവത്തിന്റെ പോസ്റ്ററുകൾ മന്ത്രി പ്രകാശനം ചെയ്തു. MLA രാജൻ പല്ലൻ, ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, കൗൺസിലർ അഞ്ജലി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇടവേള. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിലാദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം
ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. Discover is love right go there. La crème de la fraîcheur. French Diary Ice Creams, a taste factory. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. എരുമപ്പെട്ടി വരവൂരിൽ സർക്കാർ സ്കൂളിലെ അധ്യാപകൻ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനായ മണികണ്ഠനാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. അധ്യാപകനെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. മർദ്ദന ദൃശ്യങ്ങൾ ക്ലാസ്സിലെ മറ്റൊരു കുട്ടി മൊബൈലിൽ പകർത്തിയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. കാഴ്ച പരിമിതിയുള്ള അധ്യാപകനായ മണികണ്ഠൻ കഴിഞ്ഞ 18 വർഷമായി സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വെച്ച് പേനയുടെ മൂടി താഴെ വീണതെടുക്കാനായി ഡെസ്കിന് മുകളിലൂടെ നോക്കിയതിനാണ് വിദ്യാർത്ഥിയെ വിളിച്ചു നിർത്തി ക്രൂരമായി മർദ്ദിച്ചത് എന്ന് കുട്ടിയുടെ രക്ഷിതാവ് പറഞ്ഞു. സമൂഹമാധ്യമങ്ങളിൽ ദൃശ്യം വൈറലായതോടെയാണ് കുട്ടിയുടെ രക്ഷിതാവും സംഭവം അറിയുന്നത്. തൃശൂർ വരവൂരിൽ വിദ്യാർത്ഥിയെ അധ്യാപകൻ തല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഇടപെട്ട് വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ വകുപ്പ് സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാൻ തൃശൂർ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറെ ചുമതലപ്പെടുത്തി. മാള AKM ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിയെ അധ്യാപകൻ ചെകിടത്തടിച്ചതായി പരാതി. സംഭവത്തെ തുടർന്ന് വിദ്യാർത്ഥി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പരാതിയെ തുടർന്ന് അധ്യാപകൻ AB മനുവിനെതിരെ മാള പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥിയെ അടിച്ചതിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം കമ്പ്യൂട്ടർ ലാബിൽ വെച്ച് യൂട്യൂബ് നോക്കിയിരുന്ന വിദ്യാർത്ഥിയെ പിന്നിൽ നിന്ന് പുറത്തു തട്ടിയപ്പോൾ തല കുനിച്ചതിനെ തുടർന്നാണ് കൈ ചെകിടത്തുകൊണ്ടതെന്ന് അധ്യാപകൻ മനു പറഞ്ഞു. PTA കമ്മിറ്റി യോഗം ചേർന്ന് നടപടി വേണമെന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്ന് സ്കൂൾ മാനേജർ ഔസേപ്പച്ചൻ നമ്പൂക്കൻ ആരോപണ വിധേയനായ അധ്യാപകനോട് 3 മാസത്തെ അവധിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടു. നിർബന്ധിത അവധിയിൽ പോയ അധ്യാപകന് പകരം താൽക്കാലിക നിയമനം നടത്തുന്നതിന് പ്രിൻസിപ്പാൾ നടപടി ആരംഭിച്ചു. കുന്നംകുളം പഴഞ്ഞി ചിറയ്ക്കൽ സെന്ററിൽ വയോധികനെ ക്രൂരമർദ്ദനമേറ്റു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ചിറയ്ക്കൽ സ്വദേശിയായ 50 വയസ്സുള്ള വനജനാണ് മർദ്ദനമേറ്റത്. ചിറയ്ക്കൽ സ്വദേശി വിബീഷാണ് വനജനെ മർദ്ദിച്ചത്. ഇരുവരും തമ്മിൽ വർഷങ്ങളായി തർക്കങ്ങൾ നിലനിന്നിരുന്നതായി പറയുന്നു. ബുധനാഴ്ച വൈകിട്ട് ചിറയ്ക്കൽ സെന്ററിൽ വെച്ച് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് വിബീഷ് വനജനെ തലയ്ക്ക് ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. പരിക്കേറ്റ വനജൻ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ ചികിത്സ തേടി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം വെള്ളിയാഴ്ച അവസാനിക്കും. കടലിൽ പോകുന്നതിനായി മത്സ്യബന്ധന ഹാർബറുകളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനമാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ അവസാനിക്കുന്നത്. മത്സ്യബന്ധന ഹാർബറുകളിൽ പ്രതീക്ഷയോടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ശനിയാഴ്ച പുലർച്ചെ ബോട്ടുകൾ കടലിലിറങ്ങും. ട്രോളിംഗ് നിരോധനം അവസാനിക്കാനിരിക്കെ നാട്ടിലേക്ക് പോയ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിരിച്ചെത്തി. ബോട്ടുകൾ എഞ്ചിൻ പണിയും മറ്റും കഴിച്ച് പെയിന്റടിച്ചൊരുങ്ങി. പുതിയ വലകളും തയ്യാറായി. ഐസും വെള്ളവും മറ്റത്യാവശ്യ സാധനങ്ങളും ഒരുക്കുന്ന തിരക്കിലാണ് തൊഴിലാളികൾ.
ട്രോളിംഗ് നിരോധന സമയത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്തിയും ചെമ്മീനും ലഭിച്ചിരുന്നു. കിളിമീൻ, കൂന്തൽ, ചെമ്മീൻ എന്നിവയിലാണ് ബോട്ടുകാർക്ക് പ്രതീക്ഷയുള്ളത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ കടലിൽ പോകുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ലെങ്കിലും മത്സ്യത്തിന്റെ ലഭ്യതയിൽ ഇത്തവണ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത്. ഇത് മീനിന്റെ വില ഗണ്യമായി വർദ്ധിക്കാനും കാരണമായി. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതോടെ ആവശ്യാനുസൃതം മത്സ്യം ലഭിക്കുകയും നിലവിലെ വില കുറയുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് TCV. വടക്കേക്കാട് നായരങ്ങാടി പാലത്തിങ്കൽ ജ്വല്ലറിയിൽ മോഷണ ശ്രമം. ജ്വല്ലറിയുടെ പിൻവശത്തെ ചുമർ തുറന്ന മോഷ്ടാവ് അകത്ത് കയറിയെങ്കിലും ലോക്കറിലെ അലാറം ശബ്ദിച്ചതിനെ തുടർന്ന് ഓടി രക്ഷപ്പെട്ടു. പുലർച്ചെയാണ് സംഭവം. ജ്വല്ലറിയുടെ ലോക്കർ റൂമിന്റെ പുറകുഭാഗത്തുള്ള ചുമരാണ് മോഷ്ടാവ് ഒരാൾക്ക് കടക്കുവാനുള്ള രൂപത്തിൽ തുറന്നിട്ടുള്ളത്. മോഷണ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഗ്ലൗസും മുഖംമൂടിയും ധരിച്ചിട്ടുള്ളതിനാൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ചുമർ തുറക്കാൻ ഉപയോഗിച്ച സാധന സാമഗ്രികൾ സമീപത്തു നിന്നും കണ്ടെത്തി. തൃശൂർ തേക്കിൻകാട് മൈതാനം പൊതു ഇടമാക്കി നിലനിർത്തണമെന്ന് LDF ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ദേശീയ സ്വാതന്ത്ര്യ സമര നവോത്ഥാന തൊഴിലാളി വർഗ മുന്നേറ്റങ്ങൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച മൈതാനിയാണ് തേക്കിൻകാട് മൈതാനം. സ്വാതന്ത്ര്യ സമരകാലത്ത് തേക്കിൻകാട്ടിലെ മണികണ്ഠനാൽ തറയിൽ മഹാത്മാഗാന്ധി പ്രഭാഷണത്തിനെത്തിയിരുന്നു. തേക്കിൻകാട് നവീകരണത്തിനായി സംസ്ഥാന സർക്കാരുകളും തൃശൂർ കോർപ്പറേഷനും ഫണ്ട് മാറ്റിവെക്കാറുണ്ട്. തേക്കിൻകാട് മൈതാനം ഒരിക്കലും മതപരമായ ഇടം മാത്രമായിരുന്നില്ല. സാംസ്കാരിക തലസ്ഥാനത്തെ മതേതര ഇടമായാണ് തേക്കിൻകാട് നിലകൊണ്ടിട്ടുള്ളത്. അത് തുടരണമെന്നും LDF ആവശ്യപ്പെട്ടു. ചാവക്കാട് ആലുംപടിയിൽ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനം സാമൂഹിക വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചു. സിനിമാ സംവിധായകൻ വിജീഷ് മണിയുടെ ജീപ്പാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. തീയും പുകയും ഉയരുന്നത് കണ്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് വാഹനം കത്തുന്നത് കണ്ടത്. ഗുരുവായൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തിയാണ് തീയണച്ചത്. 2 പേർ ചേർന്ന് വാഹനം കത്തിച്ച ശേഷം ഓടി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ വീട്ടുകാർക്ക് ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ചാവക്കാട് പോലീസ് കേസെടുത്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ യുവാവിന് 3 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കാസർഗോഡ് സ്വദേശി മുഹമ്മദ് സജീറിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2021 കേസിനാസ്പദമായ സംഭവം നടന്നത്. പിഴ അടയ്ക്കാത്ത പക്ഷം 6 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് മുന്നിൽ ചാടി മധ്യവയസ്കൻ മരിച്ചു. പൊന്നൂക്കര സ്വദേശി 61 വയസ്സുള്ള ശശാങ്കനാണ് മരിച്ചത്. കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന് മുന്നിലേക്കാണ് ചാടിയത്. തൃശൂർ റെയിൽവേ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പൊയ്യയിൽ കിടപ്പ് രോഗിയുടെ 22 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ ഹോം നേഴ്സിനെയും സുഹൃത്തിനെയും മാള പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം നെട്ടൂർ സ്വദേശി അനുഷ, പത്തനംതിട്ട മൈലപ്പാറ സ്വദേശി പ്രിൻസ് എന്നിവരെയാണ് ഗോവയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. പൊയ്യ അമ്പൂക്കൻ വീട്ടിൽ എബ്രഹാം നൽകിയ പരാതിയിലാണ് നടപടി. ഇയാളുടെ ഭാര്യ വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതിനാൽ പരിചരിക്കാനായാണ് ഹോം നേഴ്സായ അനുഷയെ ചുമതലപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ 23-നാണ് പ്രതി മോഷണം നടത്തിയത്. മോഷണശേഷം അനുഷയ്ക്ക് രക്ഷപ്പെടാൻ വാടകക്കാർ ഏർപ്പെടുത്തി നൽകിയത് പ്രിൻസാണെന്ന് പോലീസ് പറഞ്ഞു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം.
വാർത്തകളിലേക്ക് വീണ്ടും. കുന്നംകുളം ചെമ്മണ്ണൂരിൽ വീട്ടിൽ നിന്നും കഞ്ചാവും MDMAയുമായി യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പാനപ്പറമ്പ് മമ്പറമ്പത്ത് വീട്ടിൽ മുകേഷാണ് അറസ്റ്റിലായത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 9.63 ഗ്രാം MDMAയും 250 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തത്. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. സ്കൂൾ കുട്ടികൾക്കുൾപ്പെടെ കഞ്ചാവും MDMAയും എത്തിക്കുന്ന ലഹരി മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണിയാണ് മുകേഷെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞയാഴ്ച സെൻസസ് ഡ്യൂട്ടിക്കിടെ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ അധ്യാപികയുടെ ശരീരം നീരുവന്ന നിലയിൽ. അധ്യാപികയെ കടിച്ച നായ്ക്ക് പേവിഷബാധയുണ്ടോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. പട്ടിപ്പറമ്പ് MRN MLP സ്കൂളിലെ അധ്യാപികയായ ആരതിക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ദിവസങ്ങൾക്ക് മുൻപ് തിരുവല്ലോമല പഞ്ചായത്തിലെ പട്ടിപ്പറമ്പ് അരക്കമല ഉന്നതിയിൽ വെച്ചായിരുന്നു സംഭവം. കടിയേറ്റത്തിനെ തുടർന്ന് കൃത്യമായ വാക്സിനേഷനും ആന്റിബയോട്ടിക് ചികിത്സകളും നടത്തിയെങ്കിലും ആരോഗ്യസ്ഥിതി സാധാരണ നിലയിലായിട്ടില്ല. കാൽ മുഴുവൻ നീരുവന്ന് വീർത്ത് നീലനിറമായ അവസ്ഥയിലാണ്. മറ്റൊരാളുടെ സഹായമില്ലാതെ നടക്കാൻ പോലും കഴിയുന്നില്ല. എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ആദ്യ ദിവസങ്ങളിൽ 2 ആൾ വിളിച്ചിട്ടാണ് എണിച്ചിട്ടുണ്ടായിരുന്നത്. മോളും ഹസ്ബൻഡും അമ്മയും എല്ലാവരുടെയും സഹായത്തിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. ഇപ്പോഴും ബാൻഡേഡ് ചുറ്റിയിട്ടാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അധ്യാപികയെ കടിച്ച അന്നേ ദിവസം ഇതേ തെരുവുനായ പ്രദേശത്തെ മറ്റു 3 പേരെയും പശുക്കളെയും കടിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. തുടർന്ന് ഈ നായ ചാവുകയും ചെയ്തു. അവിടെ രാവിലെ ഒരാൾക്ക് കടിയേൽക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്തുള്ള ചേച്ചി എൻ്റെ കൂടെ സഹായത്തിനായി വരികയും ചെയ്തിരുന്നു. ഒരു വീട്ടിൽ കയറി സെൻസസ് എടുക്കുന്നതിൻ്റെ ഇടയിലാണ് പട്ടി ബാക്കിൽ നിന്ന് വന്ന് കടിച്ചത്. കൂടെ നിന്ന് ആരും കണ്ടിരുന്നില്ല. പട്ടിയുടെ സൗണ്ട് ഒന്നും കേൾക്കാനായി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചികിത്സയിൽ ഒരാഴ്ച എനിക്കിത് സംഭവിച്ചിട്ട് ഇപ്പോൾ കാലെല്ലാം നീര് ബാധിച്ച് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ തെരുവുനായ ശല്യം നേരിടുന്ന പ്രദേശങ്ങളിലൊന്നാണ് തിരുവല്ലോമല പഞ്ചായത്ത്. നിരവധി ആളുകൾക്ക് ഇവിടെ നായയുടെ കടിയേൽക്കുകയും വളർത്തുമൃഗങ്ങൾ ചാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ പഞ്ചായത്ത് ഭരണസമിതി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. തെരുവുനായ ശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നും പരിക്കേറ്റ അധ്യാപികയ്ക്ക് സഹായങ്ങൾ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാവുകയാണ്. TCV ന്യൂസ്, ചേലക്കര. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ കയറുന്നതിനിടെ ട്രാക്കിലേക്ക് വീണ യുവതിയെ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ രക്ഷപ്പെടുത്തി. റെയിൽവേ കോൺസ്റ്റബിൾ KV സന്തോഷാണ് യുവതിയെ രക്ഷപ്പെടുത്തിയത്. യുവതിയെ രക്ഷപ്പെടുത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ജില്ലയിലെ ഹാം റേഡിയോ ഓപ്പറേറ്റർമാരെ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ആദരിച്ചു. തൃശൂർ പൂരത്തിന് യാതൊരു പ്രതിഫലവും വാങ്ങാതെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ നടത്തിയ ഹാം റേഡിയോ ഓപ്പറേറ്റർമാരെയാണ് അനുമോദന പത്രം നൽകി ആദരിച്ചത്. ADM സന്ദീപ്, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ നസിയ, മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായി TR രാജേഷ് ചുമതലയേറ്റു. തൃശൂർ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ CI-യായും DYSP-യായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ആനത്താവളത്തിലെ ആനകൾക്ക് കഴിഞ്ഞ 1 മാസമായി നടന്നുവന്നിരുന്ന സുഖചികിത്സ സമാപിച്ചു. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയുള്ള ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ഭരണസമിതി അംഗം C മനോജ് എന്നിവർ ചേർന്ന് ആനകൾക്ക് ഔഷധ ചോറുകൾ നൽകി. 9 ലക്ഷം രൂപയാണ് സുഖചികിത്സയ്ക്കായി ദേവസ്വം ചിലവിട്ടത്. രാത്രിയിൽ നാസിക് ഡോൾ പരിശീലനം ഒഴിവാക്കാൻ പറഞ്ഞയാളെ ആക്രമിച്ച 7-അംഗ ഗുണ്ടാ സംഘത്തിന് 3 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. എരുമപ്പെട്ടി സ്വദേശികളായ തേന്നംപാറ വീട്ടിൽ അമീർ, കേളംപിലാക്കൽ വീട്ടിൽ ഷഫീർ, പുത്തൻപീടികയിൽ ഷമീർ, അള്ളന്നൂർ വീട്ടിൽ സുജിത്ത്, ചീരാത്ത് വീട്ടിൽ വിഷ്ണു, ഒരുവിൽ വീട്ടിൽ ശ്രീകാന്ത്, വടക്കൻ വീട്ടിൽ ദേവക് എന്നിവരെയാണ് തൃശൂർ പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജി പ്രവീൺ കുമാർ ശിക്ഷിച്ചത്. 2022 കേസിനാസ്പദമായ സംഭവം നടന്നത്. നാസിക് ഡോൾ ശബ്ദം കാരണം കുട്ടികൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞതിനാണ് കോറോത്ത് അനൂപിനെ ഇരുമ്പ് വടിയും ഇടിക്കട്ടയും ഉപയോഗിച്ച് പ്രതികൾ ആക്രമിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് M ലാജു ലാസർ കോടതിയിൽ ഹാജരായി. തൃശൂർ പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ ഷൊർണൂർ കാർത്തികേയൻ അനുസ്മരണം സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിൽ നടന്ന അനുസ്മരണ യോഗം K രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. MLA രാജൻ J പല്ലൻ അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രിമാരായ ഡോക്ടർ R ബിന്ദു, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, മുൻ ബിഷപ്പ്
ഡോക്ടർ മാർ ബോസ്കോ പുത്തൂർ, സാഹിത്യ നിരൂപകൻ ഡോക്ടർ പി.വി. കൃഷ്ണൻ നായർ, അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ പി.എൻ. വിജയകുമാർ, വൈസ് ചെയർമാൻ പ്രൊഫസർ വി.എ. വർഗീസ്, കൺവീനർ ബേബി മൂക്കൻ എന്നിവർ സംസാരിച്ചു. അനശ്വരനായ മലയാള സംവിധായകൻ ഭരതന്റെ 28ാം ചരമവാർഷികത്തിൽ ഭരതൻ സ്മൃതിവേദിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ഭരതൻ സ്മൃതി സംഘടിപ്പിച്ചു. സംവിധായകൻ പത്മശ്രീ ബാലചന്ദ്രമേനോൻ ഭരതൻ സ്മൃതി ഉദ്ഘാടനം ചെയ്തു. സ്മൃതിവേദി രക്ഷാധികാരി MP സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഈ വർഷത്തെ ഭരതൻ പുരസ്കാരം സംവിധായകൻ ചിദംബരത്തിനും, KPSC ലളിത പുരസ്കാരം നടി ഫർസാന പാലത്തിങ്കലിനും, P. ജയചന്ദ്രൻ പുരസ്കാരം സംഗീത സംവിധായകൻ ഔസേപ്പച്ചനും, കലാമണ്ഡലം ഗോപി, സംവിധായകൻ ബാലചന്ദ്രമേനോൻ എന്നിവർ ചേർന്ന് കൈമാറി. സിനിമാ നിർമ്മാതാവ് VBK മേനോൻ, സംവിധായകൻ ജയരാജ്, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് S. ജാനകിക്കുള്ള സ്മരണാഞ്ജലിയായി ഗാനസന്ധ്യ അരങ്ങേറി. സീസണിലെ ആദ്യ ടൂർണമെന്റിൽ കിരീടം നേടി കേരള പോലീസ്. തഞ്ചാവൂരിൽ നടന്ന ഓൾ ഇന്ത്യ ഇൻവിറ്റേഷൻ ഫുട്ബോൾ ടൂർണമെന്റിലാണ് കേരള പോലീസ് കിരീടം ചൂടിയത്. ക്യാപ്റ്റൻ E. സജീഷിന്റെ നേതൃത്വത്തിലുള്ള കലാശ പോരാട്ടത്തിൽ FC ചെന്നൈയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചായിരുന്നു കേരള പോലീസിന്റെ ജൈത്രയാത്ര. റെയിൽവേസ്, AG's ഓഫീസ്, ഇൻകം ടാക്സ്, കസ്റ്റംസ്, തമിഴ്നാട് പോലീസ്, വെൽസ് FC ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. പോലീസിലെ S. ഗോകുലാണ് ടൂർണമെന്റിലെ മികച്ച ഫോർവേഡ്. സിദ്ദിഖ് കല്യാശ്ശേരിയാണ് പരിശീലകൻ. MSP കമാൻഡന്റ് K. സലീമാണ് മാനേജർ. തൃശൂർ ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സേഫ് ഓണം പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കൗൺസിലർ ജോയ് സെബാസ്റ്റ്യൻ നിർവഹിച്ചു. തൃശൂർ ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അധ്യക്ഷത വഹിച്ചു. ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, കാറ്ററിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസിനെ ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരായ രാജീവ്, സൈമൺ, രേഷ്മ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 11 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ തൃശൂരിൽ യെല്ലോ അലർട്ടാണ്. ശനിയാഴ്ച തൃശൂർ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കാനാണ് സാധ്യത. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,230 രൂപ, പവന് 1,05,840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസിൽ CBI ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. സ്വപ്ന സുരേഷ് അടക്കം 6 പേരെ പ്രതിയാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അന്തിമ കുറ്റപത്രത്തിൽ ടീം പിണറായി ഉണ്ടാകുമെന്ന് കേസിലെ പരാതിക്കാരനായ അനിൽ അക്കര. സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അക്കാദമികൾ സന്ദർശിച്ചു. അക്കാദമി അധ്യക്ഷന്മാരെ ഉടൻ നിയമിക്കുമെന്ന് മന്ത്രി. പുലിക്കളിക്ക് ധനസഹായം വർദ്ധിപ്പിക്കുന്ന കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ ക്രൂരമർദ്ദനം. അടിയന്തര റിപ്പോർട്ട് തേടി മന്ത്രി ബിന്ദു കൃഷ്ണ. അധ്യാപകനെതിരെ പോലീസ് കേസെടുത്തു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം വെള്ളിയാഴ്ച അവസാനിക്കും. 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനമാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ അവസാനിക്കുന്നത്. വടക്കേക്കാട് നായരങ്ങാടി പാലത്തുങ്കൽ ജ്വല്ലറിയിൽ മോഷണ ശ്രമം. ജ്വല്ലറിയുടെ പിൻവശത്തെ ചുമർ തുരന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.